രാവിലെ തന്നെ ബൈക്കും എടുത്ത് അതിസുന്ദരമായ ഈ കാഴ്ചകളൊക്കെ കണ്ട് തണുത്ത കാറ്റും കൊണ്ടിങ്ങനെ യാത്ര ചെയ്യുവാൻ എന്തൊരു രസമാണെന്നറിയാമോ. ഈ തീരദേശ റോഡ് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം വരെ പോകുന്നവർക്ക് അതിമനോഹരമായ കാഴ്ചകളായിരിക്കും നൽകുന്നത്. ഹൈവേയിലെ ദുരിതങ്ങളൊക്കെ ഒഴിവാക്കി നല്ലൊരു യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ റോട്ടിലൂടെ ഒന്ന് പോയി നോക്കാം. ഇതിപ്പം താന്നിയിലാണുള്ളത്. താന്നിയിൽ ഈ സ്ഥലത്ത് നല്ല മീൻ കിട്ടുന്നൊരു സ്ഥലമുണ്ട്. ഒരുപാട് ആൾക്കാരുടെ ബൈക്ക് ഇരിക്കുന്നുണ്ട്. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം ഇന്നെന്തൊക്കെ മീനുണ്ടെന്ന്. വലയിലൊക്കെ മീനിൻ്റെ എണ്ണം കുറവാണ്. എന്തായാലും നല്ല ഫ്രഷ് മീനെ, പിടയ്ക്കുന്ന മീനെ വേണമെങ്കിൽ ഇവിടെ വന്ന് മേടിച്ചാൽ മതി. വലയിൽ നിന്ന് ഇളക്കിയിടുന്ന മീനെ തന്നെ വള്ളത്തിൽ നിന്ന് മേടിക്കാം. റോഡ് സൈഡിൽ മീൻ കിട്ടും. അത് പക്ഷേ വരത്തൻ മീനാണ്. വരത്തൻ മീനെ വേണ്ടവർക്ക് അത് വേണമെങ്കിൽ അത് മേടിക്കാം. അല്ലാതെ നല്ല പിടയ്ക്കുന്ന മീനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ബീച്ചിലോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. ഞാനിന്ന് പോകുന്നത് ട്രിപ്പിനൊന്നുമല്ല, ഒന്ന് ചൂണ്ടയിട്ട് നോക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ്. ഇന്ന് ശനിയാഴ്ച ദിവസമാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് സാധാരണ ചൂണ്ടക്കാരുടെ എണ്ണം കുറവായിരിക്കും. അതുകൊണ്ട് എന്തായാലും ഒരു മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ന് രാവിലെ ഇറങ്ങിയിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് പരവൂർ പൊഴിക്കരയിലേക്കാണ്. പൊഴിക്കരയിൽ പോയി കഴിഞ്ഞാൽ കായലിലും ചൂണ്ടയിട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കടലിൽ ചൂണ്ടയിട്ട് പോകാൻ പറ്റും. അങ്ങ് ദൂരെ നോക്കിയാൽ ട്രെയിൻ പോകുന്നത് കാണാം. അവിടെ ആരും വല എറിയുന്നു, ഒന്ന് നോക്കാം. വലയിലും ഒരു മീനുമില്ല. അപ്പം നമുക്ക് മീൻ കിട്ടുന്ന കാര്യത്തിലൊരു സംശയമാണ്. എന്നാലും പ്രതീക്ഷയൊന്നും കളയണ്ട, നമുക്ക് പോയി കാസ്റ്റിംഗ് ചെയ്ത് നോക്കാം. കുറേ നേരമായിട്ട് കാസ്റ്റിംഗ് ചെയ്ത് നോക്കി, ഒന്നും കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല. ഇനി കായലിൽ ചൂണ്ടയിട്ടിട്ടൊരു പ്രയോജനമില്ലെന്ന് മനസ്സിലായി. ഇനി നമുക്ക് കടലിലോട്ട് പോയി നിട്ട് പോകാം. ഇത് പൊഴിക്കര അമ്പലത്തിൻ്റെ പുറകുവശത്തുള്ള സ്ഥലമാണ്. മനോഹരമായ ഈ കടലാണ് ഇവിടുത്തെ അമ്പലത്തിൻ്റെ പുറകുവശത്തുള്ളത്. വൈകുന്നേരങ്ങളിൽ നല്ലൊരു വ്യൂ കിട്ടുന്ന സ്ഥലമാണ്. നമുക്ക് എന്തായാലും ആദ്യം കായലും കടലും കൂടെ ചേരുന്ന ആ ഭാഗത്തൊന്ന് ചൂണ്ടയിട്ട് പോകാം. ഇവിടുത്തെ പ്രതീക്ഷയും കൈവിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് കടലിലോട്ടൊക്കെല്ലാം എന്താണെന്നറിയാൻ വയ്യ. ചിലപ്പം ചൂട് കൂടുതലായതുകൊണ്ടായിരിക്കും, മീനൊക്കെ ഉൾവലിഞ്ഞതായിരിക്കാം. അല്ലെങ്കിൽ ഇന്ന് ചൂണ്ടക്കാരൊന്നും വരത്തില്ല എന്ന് കരുതി മീനും ഓഫ് എടുത്തതാണെന്തോ. എന്തായാലും ഇവിടുന്ന് യാതൊന്നും കിട്ടിയില്ല. ഇനി എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് പോവാം. അടുത്ത സ്ഥലത്തുനിന്ന് ഉറപ്പായിട്ടും മീൻ കിട്ടും. വാ. ഇത് കൊട്ടിയത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ്. നമുക്ക് ഇവിടെ നിന്ന് മീൻ നോക്കാം. ഞാനിങ്ങനെ കരിമീനും കുറച്ച് സാൽമനും മേടിച്ച്. ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു മീനാണ് സാൽമൻ. അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ വില കൂടുതലും അത് മേടിക്കാനുള്ള അവൈലബിലിറ്റി കുറവായതുകൊണ്ടായിരിക്കും നമ്മൾ ഇത്രയും കാലം ഈ സാൽമനൊന്നും ട്രൈ ചെയ്യാതിരുന്നത്. 274 രൂപയ്ക്ക് സാൽമൻ്റെ 7 പീസോളം കിട്ടി. 2 വലിയ കരിമീനെ 305 രൂപയ്ക്കും കിട്ടി. സാൽമൺ ഫിഷിനെ കൊണ്ടുവന്നിട്ട് ബട്ടർ ഗാർലിക് ഫ്രൈ ചെയ്ത് കഴിച്ച് എന്നാ ടേസ്റ്റാണെന്നറിയാമോ. ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ചെറിയ ഒരു ബ്രൗൺ കളറിലോട്ട് മാറും. അതിനെ അങ്ങനെ ആവുന്ന സമയത്ത് എടുത്ത് പയ്യെ ഇളക്കി ഇങ്ങനെ കഴിക്കണം. കഴിച്ച് നോക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ. ഇത് കഴിക്കാതെ നമ്മൾ എന്തായാലും മിസ്സാക്കരുത്. പിന്നെ അടുത്തത് നമ്മൾ ചെയ്തത് കരിമീനെ പൊള്ളിച്ച് കഴിക്കുകയാണ് ചെയ്തത്. കരിമീനെ അവർ കട്ട് ചെയ്ത് തന്നു. എന്നാലും നമ്മളതിൻ്റെ പുറത്തുള്ള തോലിനെ ശകലം കൂടെ വലിച്ചിളക്കി ക്ലീൻ ചെയ്തിട്ട് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് അതിനുശേഷം പൊരിച്ചെടുത്തിട്ട് നമ്മൾ പൊള്ളിക്കാനുള്ള മസാലയൊക്കെ തയ്യാറാക്കി വാഴയിലയിൽ വെച്ച് പൊള്ളിച്ചെടുത്ത്, ഈ പൊള്ളിച്ചെടുത്തതിന് ശേഷം വാഴയില തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു മണമുണ്ടല്ലോ, അത് നമ്മൾ പറഞ്ഞറിയിക്കാനൊന്നും പറ്റത്തില്ല. അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. പയ്യെ ഒരു പീസൊക്കെ ഇങ്ങനെ ഇളക്കിയെടുത്ത് കഴിക്കുമ്പോൾ, ആ ചൂടോടെ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റും നമ്മൾ കഴിച്ച് തന്നെ അറിയണം. അപ്പം നിങ്ങളിതൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ പോയി ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കെന്തായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.